ഓവറാക്കി ചളിഞ്ഞ കോമഡി അടിച്ച് കൊളവാക്കി. ട്രാവൻകൂട് സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. എനിക്ക് അതിനകത്ത് എടുത്തു പറയേണ്ടത് അതിനകത്ത് മേക്കിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഡയറക്ടറാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ സൗബിനും ബേസിലും തമ്മിലുള്ള ഒരു സീനൊക്കെ നല്ല കിടലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മിറിൻഡ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉഗ്രം പെർഫോമൻസ് ആണ്. നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉള്ള ഇതിൻ്റെ. പിന്നെ തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. എനിക്കൊന്ന് ബേസിൽ 2025 ഞെട്ടിച്ച ഒരു സിനിമ എന്ന് വേണം പറയാം. കിടിലൻ പെർഫോമൻസ് ആണ് നമ്മുടെ സൗബിൻ്റെ. അതോടൊപ്പം തന്നെ ഹ്യൂമറായിട്ട് ഒരു പോലീസുകാരൻ്റെ വേഷത്തിൽ നമ്മുടെ ബേസിലും വരുന്നുണ്ട്. രണ്ടുപേരല്ല, ഇതിനകത്ത് എടുത്തുകൊണ്ട് മറ്റൊരു ക്യാരക്ടർ എന്ന് നമ്മുടെ ചെമ്പൻ വിനോദാണ്. ഒരു ത്രില്ലർ സിനിമയാണ്. പിന്നെ ഇതിനകത്തൊരു കൊലപാതകം നടന്നിട്ട് അത് അന്വേഷിക്കുന്നതൊക്കെ ഒരു സംഭവമാണ്. പക്ഷെ അത് ബേസിനെക്കാട്ടി നന്നായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെമ്പൻ വിനോദിന്റെ ഒരു ക്യാരക്ടറാണ്. സൗബിനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം സൗബിന്റെ ഒരു ടോട്ടൽ മേക്ക് ഓവറൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൗബിനാണ് അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. എനിക്ക് സ്ക്രീൻ സ്പേസ് ഉൾപ്പെടെ ബേസിൽ നമുക്കറിയാമല്ലോ ബേസിൽ എന്തായിരിക്കും നാച്ചുറലായിട്ട് കൊണ്ടുപോകുന്ന ബേസിന്റെ സ്ഥിരം ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ബേസിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതും മനോഹരമായിട്ടുണ്ട്. ത്രില്ലടിപ്പിക്കുന്ന സിനിമ നമുക്ക് ഇഷ്ടപ്പെടും സിനിമ. ആക്ച്വലി ഷാപ്പിന്റെ പേരാണ് പ്രാവൻകൂട്. ആ പ്രാവൻകൂട് ഷാപ്പ് ആ ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം. ആ കൊലപാതകം അന്വേഷിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഈ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസുകാരനെക്കാട്ടും മനോഹരമായിട്ട് അന്വേഷിക്കുന്ന നമ്മുടെ ചെമ്പൻ വിനോദിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. അതും സൂപ്പറാണ്. ആൻഡ് എസ്പെഷ്യലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഏറ്റവും മനോഹരമായിരിക്കുന്നത്. ട്രാവൻകൂട് കൊള്ളാം, പക്ഷെ സിനിമ കൊള്ളാം. പക്ഷെ പേര് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പേര് മാറ്റിട്ട് സിനിമ കൊള്ളാം, പക്ഷെ പേരിനോട് എനിക്കൊരു യോജിപ്പില്ല. പിന്നെ എന്ത് പേരിടണം? എന്തെങ്കിലും ഒരു പേരിടായിരുന്നു. പക്ഷെ പ്രാവിനെ കാണിച്ചിട്ട് അത് ഇതിലും കൊള്ളായിരുന്നു. നല്ലൊരു സീരിയസ് ആയിട്ടൊരു സീൻ വന്നപ്പോഴത്തേക്ക് ബേസിൽ ചില സമയത്ത് ഓവറാക്കി ചളിഞ്ഞ കോമഡി അടിച്ച് കൊളവാക്കി. പിന്നെ ആ പോലീസ് വേഷത്തിൽ കൊള്ളായിരുന്നു, ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത മെറണ്ട എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു രക്ഷയില്ല. ആ ഒരു കഥാപാത്രം മെറണ്ട, അതിനകത്ത് ഒരു കഥാപാത്രം ഒരു ചേച്ചി വന്നിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ബാക്കിലുള്ള കുടിയന്മാരൊക്കെ ഒരു രക്ഷയില്ല. ഇവിടുന്നൊക്കെ എവിടുന്ന് കിട്ടി? അല്ല, അടിപൊളി അഭിനയം. പിന്നെ ആ ഷാപ്പിനകത്ത് ഒരു പാട്ടൊക്കെ വേണ്ടതായിരുന്നു. BGM സൗണ്ടൊക്കെ ഒരു രക്ഷയില്ല. നല്ലൊരു